ഹലോ, ഇപ്പോഴത്തെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വൈറൽ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HMPV വൈറസ്. എന്താണിത്? ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ന്യൂമോ എന്നുള്ള വേർഡ് പറയുന്നത് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒന്നാണ്. അതെ, ഇത് സാധാരണ ഇൻഫ്ലുവൻസ പോലെ തന്നെ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇത് പുതിയതായിട്ടുള്ളതാണോ എന്ന് വെച്ചിട്ട് അല്ല, ഇത് ഓൾറെഡി നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു വൈറസ് ആണ്. 2000 ആ ഒരു സമയത്തൊക്കെ നെതർലൻഡിലോ മറ്റോ ഇത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നത്രേ. അപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു സീസണൽ ഫ്ലൂ ആ സമയങ്ങളിൽ, അതായത് വിൻ്റർ സീസണിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് കേസസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻഫ്ലുവൻസയാണിത്. ഇത് ഔട്ട് ബ്രേക്ക് ആവാതെ തന്നെ നമുക്ക് 2-3 months കഴിയുമ്പം അത് തനിയെ പോകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, മുൻകരുതലെടുക്കുക, പരിഭ്രാന്തരാകാതിരിക്കുക. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും. ചുമ, പനി, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളത് തുടങ്ങിയിട്ട് 3 ദിവസത്തിലേറെയായി കുറഞ്ഞില്ലെങ്കിൽ ഞാൻ മുമ്പ് ഇൻഫ്ലുവൻസ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലോട്ട് പോവുക. കുട്ടികൾക്കും ഇതുപോലെ തന്നെ 3-4 ദിവസമൊക്കെ ആയിട്ടും കുറയുന്നില്ല, പനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മരുന്നെല്ലാം കൊടുത്തിട്ട് സ്കൂളിലോട്ട് വിടാതിരിക്കുക. കാരണം ഇൻ കേസ് ഇതാണെങ്കിൽ പിന്നെ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഒത്തിരി പേർക്ക് വരും. ഇനി ഇത് എപ്പോഴാണ്, ആർക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ഇൻഫ്ലുവൻസ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കുട്ടികളിൽ, പ്രായമുള്ളവരിൽ, എന്തെങ്കിലും കോർമോബിഡിറ്റീസ് ഉള്ളവർ, സർജറി കഴിഞ്ഞവർ, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവർ, ക്യാൻസർ രോഗികൾ, അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ള കോർമോബിഡിറ്റീസ് ഉള്ളവർക്കും ആണ്. ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ മുതിർന്ന ആൾക്കാരും കൊച്ചുകുട്ടികളും ഏതൊരു ഇൻഫ്ലുവൻസയുടെ റിസ്ക് തന്നെയാണ്. ഇങ്ങനെയുള്ളവരിൽ കൂടാവും, എന്നാൽ ചില അപകടങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നത്രേ. നിങ്ങളിതോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അന്നൊന്നും ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻകരുതലെടുക്കുക. കോവിഡെല്ലാം പോയല്ലോ എന്നോർത്ത് മാസ്ക് എല്ലാം മാറ്റി നടക്കുക. ഇപ്പോൾ ഒരു സീസണൽ ഫ്ലൂവിൻ്റെ ഒരു സമയം, ഒരു തണുത്ത സമയം എന്നുള്ളത് സീസണൽ ഫ്ലൂവിൻ്റെ ഒരു ടൈമാണല്ലോ. അപ്പോൾ മാസ്ക് വയ്ക്കുക, നമ്മൾ കൈയെല്ലാം കഴുകി ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ എന്തെങ്കിലും നോസിന് ഒരു പക്ഷേ മൂക്കിൽ നിന്നൊക്കെ ഉള്ളത് അവിടെ ഇവിടെ ഇരിക്കും, നമ്മളത് തൊട്ടിട്ട് കടലോ മൂക്കിലോ വായലോ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കണ്ണ് തിരുമ്പുകയാണെങ്കിൽ നമുക്കത് വരും. അപ്പോൾ എപ്പോഴും കൈയൊക്കെ ക്ലീനാക്കി സാനിറ്റൈസർ കൂടെ കൊണ്ട് നടക്കുക. ഇത് കൂടുതലായും മറ്റുള്ള ഇൻഫ്ലുവൻസ പോലെ തന്നെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനും നമ്മളെടുക്കാം. ഡ്രോപ്ലെറ്റ്, അത് തുമ്മുമ്പോഴും ഒക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഡ്രോപ്സ് താഴെ വീഴുക, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്ക് സ്പ്രെഡ് ആവുക. ഡ്രോപ്ലെറ്റ് ആയിട്ടുള്ള നമ്മുടെ കഫത്തിലൂടെയും നമ്മുടെ മൂക്കിൽ നിന്നുള്ള സെക്രഷൻസിലൂടെയൊക്കെയാണ് മറ്റുള്ളവരിലോട്ട് വരുന്നത്. നമ്മൾ ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയ ഏതൊരു അസുഖത്തിനും, ഏതൊരു പനിയോ ചുമയോ എന്തെങ്കിലും ഈ പകർച്ചവ്യാധികൾ നമുക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഐസൊലേറ്റ് ആവുക, 3 ദിവസത്തോളം വെയിറ്റ് ചെയ്യുക, ക്വാറന്റൈൻ ഹോസ്പിറ്റലിൽ പോവുക, അതിന് വേണ്ട ഡയഗ്നോസിസും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക. ഇനി ഒരാൾക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ മാക്സിമം വിസിറ്റിംഗ് ഒരു ഇത് നമ്മൾ നിർത്തുക. അതിനുശേഷം നമുക്കിപ്പോൾ വാട്സപ്പ് ഉണ്ട്, വീഡിയോ കോൾ ഉണ്ട്, ഒക്കെ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർ കാണാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് 3 to 1 വീക്കാണ് പറയുന്നത്. ഒരു പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ പോലും അറിയാതെ തന്നെ വന്ന് പോയിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. ഇൻ കേസ് അങ്ങനെ ഈ ഒരു സമയത്താണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസിന് കൂടുതൽ. അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്ത് ഇത് രോഗം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതുപോലെ കാരണം ഈ ഒരു സമയത്ത് ആക്റ്റീവ് ആയിരിക്കുമല്ലോ വൈറസ്. അപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്ന് തന്നെ ഉള്ളൂ, ഫസ്റ്റ് നമ്മൾ പരിഭ്രാന്തരാകാതിരിക്കുക. എന്ത് വന്നാലും നമ്മൾ ഇതിലും വലിയ കോവിഡിനെ നമ്മൾ നേരിട്ടവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയതായിട്ടുള്ളൊരു സംഭവമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. പരിഭ്രാന്തരാകാതിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, നല്ല മൾട്ടിവൈറ്റമിൻസ് ഒക്കെ കഴിക്കുക. ഇതിലൊക്കെ പുറമേ നമ്മൾ മുൻകരുതലെടുക്കുന്നത് എങ്ങനെയാണ്? മാസ്ക് ധരിക്കുക, കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. അതായത് കോവിഡിന് നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും അല്ല എന്നാണ് ഞാൻ പഠിച്ചതെന്നും റീഡ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ മറ്റ് റിസർച്ചുകളൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇതിൻ്റെ എന്താ പറയുക പ്രിവെൻറ്റീവ് മെഷേഴ്സും നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കുന്നു കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ കിട്ടും. സ്റ്റേ ഹെൽത്തി. മറ്റൊരു ബൈ.